ഹായ്, ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചുരിദാർ ടോപ്പ് തയ്ച്ചാലോ? ഞാൻ ടോപ്പ് തയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു പീസ് വെക്കാറുണ്ട്. ലൈനിങ് ആദ്യം തന്നെ അങ്ങനത്തെ ഒരു പീസ് പിടിപ്പിച്ചിട്ടാണ് ഞാൻ ചുരിദാർ ടോപ്പ് തയ്ക്കാൻ തുടങ്ങൽ. ഈ പീസ് പിടിപ്പിക്കുന്നത് നമ്മൾ നെക്ക് നല്ല ഭംഗിയിലാവാൻ വേണ്ടിയിട്ടാണ്. നല്ല കട്ടി ഉണ്ടാകും, ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെക്കുകയാണ്, ആ നോച്ചുകൾ തമ്മിൽ യോജിപ്പിച്ച് വയ്ക്കും. എംബ്രോയ്ഡറി ചെയ്ത കഴുത്തായതുകൊണ്ട് നമ്മളത് വരയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളൊരു 4 ഇഞ്ച് വിട്ട് മെല്ലെ ഷേപ്പൊന്നും പോവാതെ തയ്ച്ചെടുക്കുകയാണ്. വലിക്കാതെ തയ്ക്കണം. വലിച്ചു കഴിഞ്ഞാൽ നെക്ക് ചെരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. നമ്മളതിന് ബാലൻസുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നോച്ചിട്ട് കൊടുത്ത് തിരിച്ചിടുകയാണ്. തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ പെർഫെക്റ്റാക്കി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അടിയത്തെ പീസ് മുകളിലേക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം വലിക്കാതെ അത് തയ്ച്ചെടുക്കാൻ. വലിച്ചു കഴിഞ്ഞാൽ ചെരിവുണ്ടാവും, അപ്പോൾ നമ്മൾ നെക്ക് കാണാൻ വൃത്തി ഉണ്ടാവില്ല. മെല്ലെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ് പീസ് കേട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ലൈനിങ് പീസായിട്ട് യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ മടങ്ങി കിടക്കുന്നുണ്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പീസും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. 2 ഭാഗവും നമ്മൾ അടിച്ചതിന് ശേഷം ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളയുക. ഫ്രണ്ട് പീസ് വൃത്തിയാക്കി വെക്കുക. അത് നെക്കൊക്കെ റെഡി അല്ലേ എന്നൊക്കെ നോക്കി എടുത്തേക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. നെക്ക് കട്ട് ചെയ്ത് ചെറിയ നെക്ക് മതി. ഒരു തുമ്പടക്കം, തയ്യൽ തുമ്പടക്കം 4 ഇഞ്ച് എടുക്കണം നമ്മൾ. കാരണം ഫ്രണ്ട് നെക്ക് നല്ല ലെങ്ത് ഉണ്ട്. ഫ്രണ്ട് നെക്ക് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ നെക്കാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അത് ബാക്ക് പീസ് മാത്രമേ നമ്മൾ നെക്ക് വെട്ടണുള്ളൂ, ലൈനിങ് കൂട്ടി വെട്ടണില്ല. പിന്നെ നമ്മൾ ലൈനിങ്ങും ഇങ്ങനെ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇങ്ങനെ തയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ പിന്നെ ഇറങ്ങി പോകില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. നെക്ക് വെട്ടിയെടുക്കലില്ല, അല്ലെങ്കിൽ ക്യാൻവാസിൽ ചെയ്യും. ഇതിപ്പോൾ കട്ടിയുള്ളത് കാരണം ക്യാൻവാസിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളതിൻ്റെ ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് കളയുക. ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഇത് നമ്മൾ തിരിച്ചിടണില്ല, അത് നമ്മൾ അതുപോലെ തന്നെ വെക്കുകയാണ്. നമ്മൾ ഷോൾഡറും കൂടി കൂട്ടിയതിന് ശേഷമാണ് തിരിച്ചിടുന്നത്. നമ്മളങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് നമ്മളതിന് മുകളിലേക്ക് വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം അതിൻ്റെ ഉള്ളിൽ എല്ലാ 4 പീസും ഒരുമിച്ചല്ലേന്ന്. ഒരെണ്ണം പിന്നെ അതിൽ കൂടിയിട്ടില്ലെങ്കിൽ പിന്നെ അഴിച്ച് നമ്മൾ റിപ്പയർ എടുക്കേണ്ടി വരും. അപ്പോൾ രണ്ടാമത്തെ ഷോൾഡറും കൂട്ടാണ്. അതും തന്നെ 2-3 ആവർത്തി നമ്മൾ നോക്കണം. ഒന്നിച്ചൊന്ന് എടുത്ത് പോയാൽ ചിലപ്പോൾ അതിന് യോജിച്ച് നിൽക്കുന്നുണ്ടാവില്ല. അങ്ങനെ യോജിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കഴുത്ത് വിടുത്ത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും, ബാക്കും മുന്നും തമ്മിൽ. നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് തിരിച്ചിടുകയാണ്. തിരിച്ചിട്ട് കഴിഞ്ഞ് അത് റെഡിയാണോ എന്ന് നോക്കിയതിന് ശേഷം ഇപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഒക്കെ നല്ല റെഡിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡറും ബാക്ക് നെക്കും കൂടി മോളടി കൊടുക്കുകയാണ്. നമ്മളത് മെല്ലെ അതിൻ്റെ മുകളിൽ കൂടെ ഒരടി കൊടുത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ ബാക്ക് പീസിൻ്റെ ലൈനിങ് കൂട്ടി യോജിപ്പിച്ചിട്ടില്ല, അതും കൂടി അതിനോടൊപ്പം കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ലൈനിങ് ബാക്ക് പീസും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2 പീസും കൂടി എപ്പോഴും നോക്കണം. അതിൻ്റെ ഇടയിൽ മടങ്ങി കിടന്നാൽ പിന്നെ നമ്മൾ അഴിച്ചെടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ നമ്മളെല്ലാ തയ്യലും കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് തയ്ച്ചെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് അതിന് ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് 4ആയിട്ട് മടക്കി നമ്മളതിൻ്റെ ബാലൻസ് പീസൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മളങ്ങനെ വെക്കുക. നമ്മൾ അളവൊന്നുമില്ലല്ലോ, നമ്മൾ ടേപ്പ് എടുത്ത അളവൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചുരിദാർ ടോപ്പ് തന്നെയാണ് അതിന് അളവായിട്ട് വെക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കുറച്ച് കൂടുതലാണ് നമ്മളെല്ലാം എടുത്തിട്ടുള്ളത്. ലെങ്ത്തും ഷോൾഡറും ചെസ്റ്റ് അളവൊക്കെ കൂടുതലെടുത്തിരിക്കുന്നത്. കുറച്ച് വണ്ണം വേണമെന്ന് പറഞ്ഞാലും നമ്മളെ മുന്നിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോള്, ഷേപ്പ്, ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തുക, അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ അളവ് കൃത്യമാക്കി കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടില്ല. എന്തായാലും നമ്മൾ അടിച്ച് വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവും. ഇനി നമ്മളിത് കൈ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൈ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പട്ട വെക്കണം, ഓപ്പൺ വെക്കണം എന്നുള്ളത്.
അത് ഓപ്പൺ വെക്കണം നല്ല ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഞാൻ ചെയ്യണത്. ഇത് നമ്മളത് തിരിച്ചിടുകയാണ്, ഒരു പീസ് വെച്ചിട്ട് തിരിച്ചിട്ടിട്ട്, അതായത് നമ്മളതിൻ്റെ ചീത്ത വശത്ത് ഒരു വി ഷേപ്പ്, അത് ഏറ്റവും ചെറിയ തുമ്പിട്ടിട്ട് ചെറിയൊരു വി ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഓപ്പൺ അടിക്കുമ്പോൾ ചെറിയ തുമ്പാണ് ഇടുന്നത്. അപ്പോൾ അത് എപ്പോഴും പിന്നിപ്പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അതിൻ്റെ വി ഷേപ്പ് കട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ സ്റ്റിച്ചുമ്മ തൊടാതെ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. കാരണം അത് അടുപ്പ് വിട്ടാൽ പിന്നെ നമ്മളത് തിരിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു അടിയും കൂടിയും കൊടുത്തിട്ട് വേണം നമ്മൾ തിരിച്ചിടാൻ. അത് തിരിച്ചിടുമ്പോൾ നമ്മൾ ഫ്രണ്ട് വശത്തേക്കാണ് തിരിച്ചിടുന്നത്. പിന്നെ അത് കൂട്ടി യോജിപ്പിക്കുക. അത് തേര് വശമായതുകൊണ്ട് തന്നെ നമ്മളത് മടക്കി വെക്കണില്ല, നമ്മൾ അങ്ങനെ തന്നെ അത് യോജിപ്പിക്കുകയാണ്. പിന്നെ ആദ്യം നമ്മൾ ആ പീസ് യോജിപ്പിച്ച തുമ്പ് മേലേക്ക് ആക്കിയിട്ട് വേണം നമ്മളത് മടിച്ചു കൊടുക്കണമെങ്കിൽ. അത് മേലേക്കല്ല താഴത്തേക്കാണ് വരുന്നത് എങ്കിൽ അത് നമ്മളവിടെ പൊന്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു ഡബിൾ സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് കൈയും കൂടി യോജിപ്പിച്ച് വെക്കുക. അതിന് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. നമ്മൾ തുമ്പിട്ടതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഷേപ്പാക്കി റെഡിയാക്കി എടുത്തിട്ട് ശേഷം നമ്മൾ കൈ യോജിപ്പിച്ച് കൊടുക്കുക. കൈ യോജിപ്പിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി ഒന്ന് വെട്ടി കൊടുക്കുക. പിന്നെ കൈയിൻ്റെ കൈക്കുഴി ഒന്ന് വെട്ടി കൊടുക്കുക. ഫ്രണ്ട് ഭാഗം രണ്ടും ചെറുതായിട്ട് വെട്ടി കൊടുത്താൽ മതി. നമ്മൾ ബ്ലൗസിനൊന്നും എടുക്കണം അത്ര തന്നെ വേണമെന്നില്ല. ചെറിയ തോതിൽ വലിക്കാതെ മെല്ലെ മെല്ലെ പിടിപ്പിക്കുക, കൈ പിടിപ്പിക്കുക. കൈ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ വലിക്കരുത്. അപ്പോൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ് കിടക്കും. നമ്മൾ ആദ്യമായിട്ട് അടിക്കണ പോലെ ആയതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരുന്നത്. കാരണം അടിച്ച് പഠിച്ചവർക്ക് പിന്നെ അത് എങ്ങനെ ആയാലും വിഷയമല്ല. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് അതൊരു നല്ല കൈ നമ്മളൊന്ന് വലിച്ച് പിടിച്ചാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ലോക്ക് ചെയ്തെടുക്കണം. ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളത് അളവ് ബ്ലൗസ് വെച്ചുകൊണ്ട് അളന്ന് നമ്മൾ ഷേപ്പ് ചെയ്യാണ്. ഷേപ്പ് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ട് സ്റ്റിച്ച് ഒരുമിച്ച് കൊടുക്കില്ല. ഒരു സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ അളവിൻ്റെ ടോപ്പ് വെച്ച് ഒന്നും കൂടി അത് കറക്റ്റാണോ നമ്മൾ നോക്കും. ഒറ്റയടിക്കന്നെ രണ്ട് സ്റ്റിച്ചും കൂടി കൊടുക്കലില്ല. അപ്പം നമ്മൾ അത് അടിയിലൊക്കെ പിരിഞ്ഞ് പിന്നെ മടങ്ങി കിടക്കണുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് ഒരു പ്രാവശ്യം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സൈഡും ഓരോ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അളവ് വെച്ച് നോക്കണം. നിങ്ങൾക്കിത് എന്തായാലും ചെയ്യാൻ പറ്റും. കാരണം അത്രയും സിമ്പിളായിട്ടാണ് ചെയ്യുന്നതിന് ടേപ്പൊന്നും ആവശ്യമില്ല. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ അളവിൻ്റെ ടോപ്പ് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ചെറിയ തോതിൽ നമുക്കതിന് വ്യത്യാസമുണ്ട്, അതായത് ഷേപ്പ് കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഷേപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അടിയും കൂടിയും കൊടുക്കുകയാണ് ഷേപ്പാക്കിയിട്ട്. രണ്ട് സൈഡും അടിച്ചു കൊടുത്ത് ഷേപ്പാക്കി ബാലൻസുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓപ്പണാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയണത്. കാരണം ഓപ്പൺ ചെയ്യാനൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അത് ഒരു സ്കെയിലെടുത്തിട്ട് നമ്മളത് വരച്ചു കൊടുക്കണം. കാരണം നമ്മൾ യോജിപ്പിക്കുമ്പോൾ എന്തായാലും അവിടെ ഇവിടെ വ്യത്യാസം ഉണ്ടാവും. അത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്ത് ബാക്കി പീസ് കട്ട് ചെയ്ത് കളയുക. രണ്ട് സൈഡും അതേപോലെ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴും വേണം ഇതുപോലെ തന്നെയാണ്, വലിക്കാണ്ട് മെല്ലെ മെല്ലെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തുമ്പിൽ വ്യത്യാസം ഉണ്ടാവും. ലാസ്റ്റ് നമ്മൾ അടിച്ചു വരുമ്പോൾ ചിലപ്പം തുമ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ അത് ഇറക്കവും വ്യത്യാസപ്പെടും. അപ്പോൾ ഭയങ്കര വിഷയമാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ മെല്ലെ മെല്ലെ അടിച്ച് കൊണ്ടുവരിക. അഥവാ അവിടെ പിരിഞ്ഞു തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ തുന്നഴിക്കുക, വീണ്ടും ചെയ്ത് കൊടുക്കുക. പിന്നെ തിരിച്ചിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അടിയിൽ തുണി മടങ്ങിയിരിക്കണം നോക്കണം. സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചിടാൻ. നമ്മളെ മെല്ലെ മെല്ലെ അടിച്ചെടുത്ത് രണ്ട് സൈഡും ഓപ്പൺ, ഒരു സൈഡ് പിന്നെ ലേസ് വെച്ച് തരണം. നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്ക് പീസിൻ്റെ മാത്രം അടിച്ചാൽ മതി. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലോക്കും ചെയ്തെടുത്തു. നമ്മളത് അളവ് നോക്കി അത് കൃത്യമാണ്. ഇനി അത് ഫിനിഷായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞത് വളരെ പെട്ടെന്ന് ആണ് കഴിഞ്ഞത്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കി ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. നാളെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. നമുക്ക് അളവുകളും സ്കെയിലുകളൊന്നും ഇല്ലാണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.